ഒരു മടിയില്ല. എന്താ മടി? ഒരു മടിയില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ മടിക്കേണ്ട കാര്യം? ഞാൻ പറയുന്നത് വസ്തുതാപരമാണ് എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ UDFിൻ്റെ നേതൃത്വത്തിലുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതൊക്കെ എല്ലാവരും ഒരേ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങളും ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ഇനിയും ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരുണ്ട്. അവർക്ക് ആശ്വാസം കൊടുക്കണം, അവർക്ക് ഉറപ്പ് കൊടുക്കണം. ഈ മലയോര മേഖലയിൽ 63 സീറ്റും ജയിപ്പിച്ച് ഞാൻ കൊടുക്കാം ഈ 3000 കോടി വെക്കുകയാണെങ്കിൽ. 63 സീറ്റ്. അതിൽ ഈ പറയുന്ന 10, 12, 13 സീറ്റാണുള്ളത് ഇപ്പം UDFിൻ്റെ കയ്യിൽ. അതാണ് രാഷ്ട്രീയം. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനത്തോടൊപ്പം നമ്മളുണ്ടാവും, എന്ത് ത്യാഗം സഹിച്ചിട്ട്. ഒരു കാര്യം കൂടി പറയാം, അങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക്, മാന്യമായ റെക്കമെൻഡേഷനിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ മരുമോനിസത്തിൻ്റെ വേരറക്കാൻ എനിക്ക് ആയുസുണ്ടെങ്കിൽ കേട്ടോ, ഈ 2026 മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും. മനസ്സിലായോ? ബേപ്പൂരിൽ PV അൻവർ മത്സരിക്കും. പിണറായിസത്തിൻ്റെ മരുമോനിസത്തിൻ്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കൂട്ടി. അവരാലോചിക്കട്ടെ, വെല്ലുവിളിയാണ്. അവിടെ വരട്ടെ മരുവനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും. സഖാക്കളോട് ഞാൻ സംസാരിക്കും. ആ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, ആ പാവപ്പെട്ട തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. 2 മിനിറ്റ് റീലിന് 10 ലക്ഷം. ബേപ്പൂർ ഫെസ്റ്റ് അങ്ങനത്തെ 4 എണ്ണം 49,60,000 റുപ്യ പോക്കറ്റ് കിഷും. മനസ്സിലായോ? അങ്ങനത്തെ എത്ര റീല് ആന ചവിട്ടി കൊടുത്താലും മൂപ്പര് കൊടുക്കും 10 ലക്ഷം. എന്തൊരു തൊഴിലാളി പാർട്ടി, എന്തൊരു തൊഴിലാളി സ്നേഹം. കവിഞ്ഞൊഴുകല്ലേ തൊഴിലാളി സ്നേഹം. ഇതൊക്കെയാണ് സ്വരാജിനോട് ഞാൻ പറഞ്ഞത്. അവരൊക്കെ അത് തിരുത്തേണ്ടത്. ഈ പിണറായിസത്തിന് വാഴ്ത്തുപാട്ടല്ല പാടേണ്ടത്. ആ പാർട്ടിയെയും ആ സഖാക്കളെയും ഞെക്കിക്കൊന്ന് പിഴിയുകയാണ്. കണ്ണൂർ ജില്ല അടക്കമുള്ള സഖാക്കളുടെ മാനസികാവസ്ഥ എനിക്കറിയാം. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് 100 കണക്കിന് സഖാക്കൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും. വിടരുത്, ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പം പ്രചരണം തുടങ്ങിയപ്പോൾ വോട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? UDFിൻ്റെ വോട്ട് പിടിക്കുന്നത്. എവിടെ UDFിൻ്റെ വോട്ട് പിടിച്ചത്? എവിടെ പിടിച്ചത്? ആ ക്രോസ് വോട്ടും കൂടി പോയിട്ടില്ലെങ്കിൽ 45,000 വോട്ടിലേക്ക് കൂപ്പൂത്തുവൻ. അതാണ് കേരളത്തിലെ യഥാർത്ഥ നിജസ്ഥിതി. CPMലെ സഖാക്കൾ, യഥാർത്ഥ സഖാക്കൾ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. ഒരു മരുമകനെ കൊടുത്തിട്ട് സകലം വെട്ടി നിരത്തി സകല ജയരാജന്മാരെയും സൈഡ് ലൈൻ ചെയ്ത് ആര് ബാക്കിയുണ്ട്? ആ പാർട്ടിയിൽ ആര് ബാക്കിയുണ്ട്? 1ാം ഘട്ടം മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് 2ാം ടേം മന്ത്രിസ്ഥാനം എല്ലാം പറഞ്ഞിട്ട് സകല എണ്ണത്തിനെയും, ടീച്ചറെയും തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കെ ആദ്യം തന്നെ സൈഡാക്കി. അത് തുടങ്ങുമ്പോൾ എനിക്ക് എന്താ പറയുക, അടുപ്പുള്ള സഖാക്കളോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് നോക്കിക്കെട്ടോ ഈ വെട്ടിങ്ങനെ നടക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ജയരാജന്മാരുണ്ട്? കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഇപ്പോൾ മൂപ്പരെ സെക്രട്ടറി ആയിട്ട് ഒരാളെ പിടിച്ചിട്ട് അവിടെ സെക്രട്ടറി ആക്കിയിട്ട്, അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. കോഴിക്കോട് മോഹനൻ മാഷ് എന്തുമാത്രം പിണറായിക്കും വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തിയതാ. ആദ്യം അളമരം കരീം സഖാവിനെ കൂട്ടം പിടിച്ചിട്ട് ഇയാളെ മോഹൻ മാഷെ കൂട്ടുപിടിച്ച് കരീമും സഖാവിനെ സൈഡാക്കി. അത് കഴിഞ്ഞ് പുള്ളിനെ വലിച്ച് പുറത്തിട്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനകീയ നേതാവ് പ്രദീപ് കുമാറാണ്, പഴയ MLA. മൂപ്പർക്ക് പ്യൂണിൻ്റെ പണി കൊടുത്തിട്ട് ആ പോണേ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പറഞ്ഞു ജില്ല ക്ലീൻ. ഇനിയിപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരിക. മരുമോൻ വിചാരിച്ച പോലെ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. നിയമസഭ വരിക, മരുമോൻ വിചാരിച്ച പോലെ എന്താ പറയുക, കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികളാവുള്ളൂ. ഇനി എവിടെ വെട്ടി നിരത്താൻ ബാക്കി? ഇത് സഖാക്കൾ കിടന്ന് ശ്വാസം വിട്ടില്ലേ. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി അടക്കം അദ്ദേഹത്തിന് നട്ടലുണ്ടെങ്കിൽ പറയണം. അദ്ദേഹം പറഞ്ഞാണല്ലോ മണ്ഡലത്തിൽ വന്നിട്ട് ഇത് ഗവൺമെൻറ്റിന് വിലയിരുത്തലാകും. വിലയിരുത്തിയല്ലേ ജനം. മുഖ്യമന്ത്രിയോട് മാറാൻ പറയാനുള്ള ശേഷിയുണ്ടോ ഈ പാർട്ടിക്ക്? ധൈര്യമുണ്ടോ ഗോവിന്ദ മാഷക്ക്?